ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? തിരുവരങ്ങ് പരിപാടിയിലേക്ക് വരാൻ ഇഷ്ടമാണോ? ബൈബിള് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇന്ന് നിങ്ങൾ കഴുതേനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സംസാരിക്കുന്ന കഴുതയെ കണ്ടിട്ടുണ്ടോ? വർത്തമാനം പറയുന്ന കഴുതേനെ കണ്ടിട്ടുണ്ടോ? ഓ, ഇന്ന് നമുക്ക് സംസാരിക്കുന്ന കഴുതേനെ കാണാം. ഇഷ്ടമാണോ കഴുതയെ കാണാൻ? അതും സംസാരിക്കുന്ന കഴുതേനെ കാണാൻ ഇഷ്ടമാണോ? ഇന്ന് നമുക്ക് സംഖ്യയുടെ പുസ്തകം 22ഉം 23ഉം അധ്യായത്തിൽ ഒരു സംസാരിക്കുന്ന കഴുതയെ കാണാൻ പറ്റും. സംസാരിക്കുമെന്ന്. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? പഞ്ചഗ്രന്ഥി കേട്ടിട്ടുണ്ടോ? പഞ്ചഗ്രന്ഥി അത് ഏതൊക്കെ പുസ്തകങ്ങളാ പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്നേ? അപ്പം പഞ്ചഗ്രന്ഥിയിലെ ഒരു പുസ്തകമാണ് സംഖ്യയുടെ പുസ്തകം, അല്ലേ? അത് ബൈബിളിലെ എത്രാമത്തെ പുസ്തക? ഈ പുസ്തകത്തിനകത്ത് 22ഉം 23ഉം അധ്യായത്തില് ഒരു കഴുത സംസാരിക്കുന്ന കഥ പറയുന്നുണ്ട്. അത് നമുക്കിന്ന് പഠിക്കാം. ഇഷ്ടമാണോ പഠിക്കാൻ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആദ്യം എന്ത് ചെയ്യണം? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം, അല്ലേ? നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയെ കണ്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ, കാരണം ശിശുക്കളെ കൈകളിൽ എടുത്തിട്ട് ഈശോ പറഞ്ഞത്, മുതിർന്നവരോട് പറഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകാനാണ് പറഞ്ഞത്, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന്. അപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടരാണ് കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും. കുഞ്ഞുങ്ങളെയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഈശോ കേൾക്കും. നമുക്ക് ആ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഈശോയെ, ശിശു തുല്യമായ ഹൃദയത്തോടു കൂടിയ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നൽകി വചനം വായിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും എല്ലാ നാട്ടിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വചനം പ്രഘോഷിക്കുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പം കൂട്ടായിട്ടുണ്ടാകണമേ. തിരുക്കുമാരനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ. ഈശോയെ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരോടും ഞങ്ങളുടെ അധ്യാപകരോടും ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടും ഒക്കെ ഒത്തിരി സ്നേഹപൂർവ്വം പെരുമാറാനായിട്ട്, ആരോടും മനസ്സിൽ പിണക്കമോ വൈരാഗ്യമോ പകയോ ഒന്നും വെച്ചുകൊണ്ട് നടക്കാതെ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ബൈബിൾ പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം 22ഉം 23ഉം അധ്യായമാണ്. അതിനകത്ത് മൊബാബ് ദേശത്തെ രാജാവാണ് ബാലാക്ക്. സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് എന്നാണ് വചനം പറയുന്നത്. ബാലാക്ക് ഇങ്ങനെ മൊബാബ് ദേശം ഭരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രമാണികളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ആ ഇസ്രായേൽ ജനം ഉണ്ടല്ലോ, അവർ കഴിഞ്ഞ ദിവസം അമ്മോന്യരെ എല്ലാം തോൽപ്പിച്ചു. അവർ യുദ്ധത്തിൽ ഇങ്ങനെ വിജയിച്ച് ഇങ്ങോട്ട് വരിക. അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് ഭയമാ. അവർ കാള വയലിലെ പുല്ല് തിന്നുന്നത് പോലെയാണ് അവർ ഓരോ രാജ്യത്തെ വിഴുങ്ങിക്കളയുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതെന്ന്. അങ്ങനെ വന്ന് അവർ മൊബാബ് ദേശത്തേക്കും കൂടെ വരുമോ എന്നൊരു ഭയം. അതുകൊണ്ട് ഈ പ്രമാണിമാരെല്ലാം കൂടെ രാജാവിൻ്റെ അടുക്കലേക്ക് വന്നു. രാജാവേ, ആ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റുകയില്ല. നമ്മുടെ സൈന്യം അത്രമാത്രം ബലമുള്ളതല്ല. അവർ ചെറിയ ആളുകളൊക്കെ ആണെങ്കിലും എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു വലിയ ശക്തി ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെയുണ്ട്. അവർ എത്ര നിഷ്പ്രയാസം അയൽ രാജ്യങ്ങളെല്ലാം തോൽപ്പിക്കുന്നത്. അപ്പോൾ രാജാവ് പറയുക, ഞാനത് ഓർത്തിട്ട് പേടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. ഈ ഇസ്രായേൽക്കാർ അവർക്കെല്ലാം ഭയമായി തുടങ്ങി. കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്, അത് ഇവർക്കറിയത്തില്ലല്ലോ. അപ്പം ബാലാക്ക് രാജാവ് ആലോചിച്ച് നോക്കിയിട്ട് അയൽ രാജ്യങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാം കേട്ടിട്ട് ഉള്ളിലൊരു ഭയമുണ്ട്, പേടിയുണ്ട്, എന്താ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല.
അങ്ങനെയായിരുന്നപ്പോൾ അദ്ദേഹം കേട്ടു, ഒരു ബയോറിൻ്റെ മകൻ ബാലാം ഒരു പ്രവാചകനുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ശപിച്ചാൽ, പ്രവാചകനല്ലേ, ശപിച്ചാൽ രക്ഷപ്പെട്ടു, യുദ്ധം ചെയ്ത് ഇസ്രായേൽക്കാരോട് നേടാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാം, ബാലാമിനെയും കൊണ്ടുവന്നിട്ട് ബാലാമിനോട് പറയാം, ആ ഇസ്രായേൽ നാട്ടുകാരെ അങ്ങ് ശപിച്ചേക്കാൻ. അവരെ ശപിക്കുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അപ്പോൾ അവർ തോറ്റുപോയിക്കോളുമല്ലോ. അങ്ങനെ ഓർത്തുകൊണ്ട് ഒരുപാട് സ്വർണവും സമ്മാനങ്ങളും വിലപിടിച്ച സാധനങ്ങളും എല്ലാം ആയിട്ട് കുറേ ആളുകളെ ബാലാം പ്രവാചകൻ്റെ അടുക്കിലേക്ക് അയച്ചു, ബാലാമിനോട് ഇങ്ങോട്ട് വരാൻ, എന്നിട്ട് ഇവിടെ വന്ന് ഇവരെ ഒന്ന് ശപിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പം ബാലാമിനെ വിളിക്കാനായിട്ട് പോയവരവിടെ ചെന്നിട്ട് പറഞ്ഞു, പ്രമാണിമാരവിടെ ചെന്നിട്ട് പറഞ്ഞു, ബാലാക്ക് രാജാവ് അങ്ങ് വരാൻ പറഞ്ഞിരിക്കുക. പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുക, ഞാൻ കർത്താവിനോടൊന്ന് ചോദിക്കട്ടെ, കർത്താവ് എന്താ പറയണേ, കർത്താവ് പറയുന്നത് ഞാൻ കേൾക്കാം. അവരോട് അവിടെ താമസിക്കാൻ പറഞ്ഞിട്ട് ബാലാം പ്രാർത്ഥിക്കാൻ പോയി. ബാലാം പ്രാർത്ഥിക്കാൻ പോയി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നു വന്നപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, അതിന് കർത്താവ് അനുവദിക്കുന്നില്ല. നിങ്ങൾ നോക്കണേ, പഴയ നിയമം പഠിക്കുമ്പോൾ കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പ്രാർത്ഥിക്കണ്ടേ? ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന. എൻ്റെ ദൈവത്തോട് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ചോദിക്കുന്ന ഒരു ശീലം അതുണ്ടോ നിങ്ങൾക്ക്? ഒരു കൂട്ടുകാരനെ പോലെ ഈശോയോട് വർത്തമാനം പറയുന്ന രീതി ഉണ്ടോ? നമുക്കത് ചോദിച്ചാൽ മതി. ഈശോ എപ്പോഴും കൂടെ നടക്കുന്ന, നിങ്ങൾ ക്രിസ്ത്യൻ ധ്യാനത്തിനൊക്കെ പാട്ട് പാടി കേട്ടില്ലേ, എൻ്റെ ഉള്ളിൽ ഈശോ, നിൻ്റെ ഉള്ളിൽ ഈശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഇടതും വലതും മേളിലും താഴെയും എല്ലാം ഈശോ ഉണ്ട്. ആ ഈശോയോട് ചോദിക്കുക, പഠിക്കാൻ പറയുമ്പോൾ, ഈശോയെ ഞാൻ പഠിക്കാൻ പോവാ, എൻ്റെ കൂട്ടത്തിൽ വരണേ, എന്നെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിപ്പിക്കണേ, എളുപ്പത്തിലൊന്ന് പഠിപ്പിക്കണേ, അതിന് വേണ്ട ടെക്നിക്കൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഈശോയോട് പറഞ്ഞാൽ മതി, പെട്ടെന്ന് പഠിക്കും. ആ ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കണം. അങ്ങനെ ബാലാം ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം പറഞ്ഞു പോകണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം അവരെ വിട്ടു. സമ്മാനം കുറഞ്ഞു പോയിട്ടായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ബാലാക്ക് രാജാവ് എന്ത് ചെയ്തു? വീണ്ടും കുറേ സാധനങ്ങളുമായിട്ട് കുറേ ആളുകളെ വീണ്ടും വിട്ടു. അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ താമസിക്കുക, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം ഈ പ്രമാണികളുടെ കൂട്ടത്തിൽ കഴുതയ്ക്ക് ജീനി ഇട്ടിട്ട് അദ്ദേഹത്തെ ബാലാക്കിൻ്റെ അടുക്കിലേക്ക് പോവുക, യാത്ര ചെയ്ത് പോയേക്കാൻ തീരുമാനിച്ച്. അവരോട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ നടന്നു, ഞാനങ്ങ് വന്നേക്കാം. കുറേ ദൂരം അങ്ങ് എന്നപ്പോഴേ ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത യാത്രയാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് ഇതാ വാളുവേന്തി ദൈവദൂതൻ കഴുതയുടെ മുമ്പിൽ വന്നിരിക്കുക. അപ്പം വാളും പിടിച്ചുകൊണ്ടുള്ള ദൈവദൂതനെ കണ്ടപ്പോൾ കഴുത അവിടെ നിന്നു. കഴുതപ്പുറത്തിരിക്കുന്ന ബാലാം എന്ത് ചെയ്തു? ബാലാം സ്വന്തം കഴുതിയാ, വളരെ സ്നേഹമുള്ളതാ. ബാലാം കഴുതിക്കെട്ടൊന്ന് അടിച്ചു. കാരണം പ്രമാണിമാരെല്ലാം മുമ്പോട്ട് നടന്നു. കഴുതിക്കെട്ട് അടിച്ചപ്പോഴത്തേനും കഴുതയെ ഒന്നും കൂടെ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഇടുങ്ങിയ വഴി വന്നു. നമ്മൾ തൊണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, തൊണ്ടെന്നൊക്കെ അപ്പുറം ഇപ്പുറം മതിലാണ്, പിന്നെ ഒരാൾക്കേ പോകാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ വഴി വന്നു. അപ്പോൾ കഴുത നോക്കിയപ്പോൾ കഴുതയ്ക്ക് അങ്ങോട്ടും ചാടത്തില്ല ഇങ്ങോട്ടും ചാടത്തില്ല, ദൈവദൂതൻ വാളുമായിട്ട് നിൽക്കുക. അങ്ങനെ രണ്ടാം പ്രാവശ്യം ബാലാം വീണ്ടും കഴുതിക്കെട്ട് അടിച്ചു. നടക്ക് കഴുതേ, നടക്ക് കഴുതേ എന്നും പറഞ്ഞു. അപ്പോൾ കഴുത വീണ്ടും നടക്കാൻ നോക്കിയിട്ട് ഈ ദൈവദൂതൻ വാളുമായിട്ട് നിൽക്കുക കഴുതയെ വെട്ടാനായിട്ട്. കഴുത എന്താ ചെയ്യേണ്ടത്? ഒരു രക്ഷയില്ല. വീണ്ടും കഴുത നടക്കാതെ വന്നപ്പോഴത്തേനും ഈ ബാലാം കഴുതപ്പുറത്തിരുന്ന് വീണ്ടും കഴുതിക്കെട്ടടിച്ചു. അപ്പോൾ ദൈവം സംസാരശേഷി കഴുതയ്ക്ക് കൊടുത്തെന്നാണ് വചനം പറയുന്നത്. കഴുതയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തു. എന്നിട്ട് കഴുത ചോദിക്കുക, നീ എന്തിനാ 3 പ്രാവശ്യം എന്നെ അടിച്ചതെന്ന്. 3 പ്രാവശ്യം എന്നെ അടിച്ചത് എന്തിനാണെന്ന് ആരോട് ചോദിച്ചു? അപ്പൊ സംസാരിക്കുന്ന കഴുതയെ കണ്ടോ ഇന്ന്? സംഖ്യയുടെ പുസ്തകം വായിക്കണം. സംസാരിക്കുന്ന കഴുതനെ വരെ കാണാം. കാഴ്ച ബംഗ്ലാവിൽ പോയാൽ ഒരു കഴുതനെ കാണാം. സംസാരിക്കുന്ന കഴുതയെ കാണാവോ? സംസാരിക്കുന്ന കഴുതയെ കാണണമെങ്കിൽ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് വരണന്നേ. ഇതുകൊണ്ടാ കുട്ടികളോടൊക്കെ ബൈബിൾ വായിക്കാൻ പറയണത്, അത്ഭുതങ്ങൾ കാണാമെന്ന് പറയണേ. അപ്പോൾ ദൈവദൂതനെ കണ്ടപ്പോൾ കഴുതിക്കെട്ട് പിന്നെ അടിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിന്നപ്പോഴത്തേനും ആ സമയത്ത് ദൈവം
ബാലാമിൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തു. ബാലാം കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുമ്പിൽ വാളുമായിട്ട് നിൽക്കുന്ന ദൈവദൂതനെ കണ്ടു. അപ്പോഴാ ബാലാമിന് മനസ്സിലാവുന്നേ, വാളുമായിട്ട് നിൽക്കുന്ന ദൈവദൂതനെ കണ്ടിട്ടാണ് ഈ കഴുത മുന്നോട്ട് നടക്കാത്തതെന്ന്. അപ്പോൾ ബാലാമിന് കാര്യം മനസ്സിലായി. ബാലാം വേഗം കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ദൈവദൂതൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുക? നീ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നേ? ഇസ്രായേൽക്കാരെ ശപിക്കാൻ പോവാ അല്ലേ? ഞാൻ പറഞ്ഞു, നീ പൊക്കോ, പക്ഷേ ദൈവം പറയുന്നത് മാത്രമേ സംസാരിക്കാവുള്ളൂ. ബാലാം പറഞ്ഞു, സമ്മതിച്ചു, അത് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ബാലാം കഴുതപ്പുറത്ത് ബാലാക്കിൻ്റെ അടുത്ത് മോവാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ബാലാക്ക് 7 ബലിപീഠങ്ങൾ ഉണ്ടാക്കി കാളയെയും ആടിനെയും എല്ലാം ബലിയർപ്പിച്ച് ദഹന ബലി അർപ്പിച്ച് റെഡിയായിട്ട് നിൽക്കുക. അങ്ങനെ 1-ാമത്തെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ബാലാമിനോട് പറഞ്ഞു, നീ നോക്ക്, ആ ഇസ്രായേൽ ജനം എല്ലാം താഴെയുണ്ട്, അവരെ അങ്ങോട്ടൊന്ന് ശപിച്ചാൽ മതി, ഒന്ന് ശപിച്ചേക്ക്, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയാവല്ലോ. ബാലാം അങ്ങനെയൊക്കെ നോക്കി. ദൈവം പറയുന്നത് മാത്രമല്ലേ പറയാവുള്ളൂ. ബാലാമിനോട് ദൈവം ചോദിക്കുക, എൻ്റെ മക്കളെ ശപിക്കാൻ നീ ആര്? ബാലാം അവിടെ ഒന്ന് ഉറക്കെ പറയുക, യാക്കോബിൻ്റെ മക്കളെ, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതരായിരിക്കും, നിങ്ങളെന്നും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ശപിക്കാൻ കൊണ്ടുവന്നിട്ട് എന്ത് പറയുവാണ്? അനുഗ്രഹം പറയുക. ബാലാക്കിന് അരിശം വന്നു. കോപത്തോടെ ചോദിച്ചു, നിന്നോട് ഞാൻ എന്താ പറഞ്ഞ? അവരെ ശപിക്കാനല്ലേ? ഉടനെ ബാലാം ബാലാക്കിനോട് പറയാ, ഞാൻ പറഞ്ഞില്ലേ കർത്താവ് പറയുന്നതിൽ അപ്പുറം ഒന്നും പറയാൻ എനിക്ക് പറ്റില്ലെന്ന്. ആട്ടെ, നീ വേഗം വേറെ ഒരു സ്ഥലത്തേക്ക് പോയി വേറെ ഒരു ബലിപീഠവും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-ാമത്തെ സ്ഥലത്ത് ചെന്നു. അവിടെയും ആടുകളെയും കാളകളെയും എല്ലാം ബലി അർപ്പിച്ച് വെച്ചിരിക്കുക, ദഹന ബലി അർപ്പിച്ച് വെച്ചിരിക്കുക കർത്താവിന്. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് നോക്കി ഇവരെല്ലാം ഒന്ന് ശപിക്കുക. വീണ്ടും ബാലാം ദൈവത്തോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു അവരെ ഒന്നും ശപിക്കണ്ട, അവരെയെല്ലാം അനുഗ്രഹിച്ചേക്കാൻ. ബാലാം 2-ാം വട്ടവും പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് വീണ്ടും അവരെ അനുഗ്രഹിച്ചു. ഇത് കണ്ടപ്പോഴത്തേനും ബാലാക്കിന് വളരെ കോപം വന്നു. നീ പിന്നെയും അവരെ നീ അനുഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്, ശപിക്കാനല്ലേ നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. വീണ്ടും 3-ാമതൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെയും ബലിപീഠം എല്ലാവർക്കും റെഡിയായിട്ട് വെച്ചിരിക്കുക, ബലി അർപ്പിച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും നീ അവരെ ഒന്ന് ശപിക്ക്, അവരെ നീ ഒന്ന് ശപിച്ചാൽ മതി, ഞങ്ങളുടെ അടുക്കിലേക്ക് പിന്നെ അവർ വരികയില്ല, ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാമല്ലോ. വീണ്ടും ബാലാം ദൈവത്തോട് ചോദിച്ചു. ദൈവം അവരെ ശപിക്കാനായിട്ട് പറയില്ല. ദൈവം വീണ്ടും അവരെ അനുഗ്രഹിക്കും. ബാലാമിനോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുക. അങ്ങനെ 3-ാം പ്രാവശ്യവും ബാലാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. സഖി കെട്ട് കഴിഞ്ഞപ്പോൾ ഈ ബാലാക്ക് പറയുക, നീ അവരെ ശപിക്കുകയും വേണ്ട, നീ അവരെ അനുഗ്രഹിക്കുകയും വേണ്ട, നീ നിൻ്റെ നാട്ടിലേക്ക് പോകുമോ, നിനക്ക് സമ്മാനവും തരുന്നില്ല, ഒന്നും തരുന്നില്ല. കൊണ്ടുവന്ന സമ്മാനവും സ്വത്തുക്കളും എല്ലാം മാറ്റി വെച്ചേച്ച് പറഞ്ഞു ഭടന്മാരോട് പറഞ്ഞു, പ്രവാചകനല്ലേ, പ്രവാചകനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നീ ശപിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, നീ നിൻ്റെ നാട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ബാലാമിനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്തേ. സംഖ്യയുടെ പുസ്തകത്തിൽ ഈ സംസാരിക്കുന്ന കഴുതിയെയും ബാലാമിൻ്റെ പ്രവചനത്തെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുമോ? കഴുതിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 2 പേർക്ക് കഴുതിയൊക്കെ ആകാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സാമഗ്രികളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആ സ്കിറ്റ് കളിക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാർ കളിക്കുന്നത് നമുക്കിപ്പോൾ ആസ്വദിക്കാം. പ്രമാണിമാർ എല്ലാവരും ഉണ്ടല്ലോ. എന്താണാവോ നിങ്ങളുടെ ആഗമന ഉദ്ദേശം? മഹാരാജാവേ, ഇസ്രായേൽക്കാർ യാത്ര ചെയ്തു വന്ന മൊബാബു സമതലത്തിൽ ജോർദാനക്കരെ ജെറിക്കോയുടെ എതിർവശത്ത് പാളയമടിച്ചിരിക്കുന്നു. രാജാവേ, അവർ നിഷ്പ്രയാസം അമോന്യരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. പ്രഭു, അവർ സംഖ്യാബലത്തിലും മികച്ചു തന്നെ നിൽക്കുന്നു.
കാള വയലിലെ പുല്ല് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. പ്രമാണികളെ, ഈ വിവരം നമ്മെ അസ്വസ്ഥനാക്കിയിരിക്കുന്നു. ചെയ്യേണ്ടത് എന്തെന്ന് നാം തീരുമാനമെടുത്തു കഴിഞ്ഞു. ആരിവിടെ? അടിയൻ മഹാരാജൻ. അമ്മാവിന്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്ത് പെത്തോറിലേക്ക് ചെന്ന് ബയോറിന്റെ മകൻ ബാലാമിനും ഈ ദൂത് എത്തിക്കുക. അടിയൻ മഹാരാജൻ. ബയോറിന്റെ മകൻ ബാലാം, അങ്ങേക്ക് വന്ദനം. ഓ, ആരാണിത്? ഇതാ അങ്ങേക്ക് രാജകൊട്ടാരത്തിൽ നിന്നും ഒരു ദൂത്. ബാലാക്ക് രാജാവ് പ്രത്യേകമായി തന്നയച്ചതാണ്. ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്ന് എനിക്കറിയാം. ഈ രാത്രി നിങ്ങൾ ഇവിടെ താമസിക്കുവിൻ. കർത്താവിന്റെ അരുളപ്പാടനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. ശരി, അങ്ങനെയാകാം. നേരം രാത്രി ആയല്ലോ. നിങ്ങൾ കൂടാരങ്ങളിൽ പോയി ഉറങ്ങിക്കൊള്ളുവിൻ. ദൈവമേ, ഇതാ അങ്ങയുടെ ദാസൻ. നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? മൊവാബ് രാജാവായ സിപ്പോറിന്റെ മകൻ ബാലാക്ക് അയച്ചവരാണിവർ. ഇവർ പറയുന്നു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഇവരെ ശപിക്കുക. എങ്കിൽ യുദ്ധത്തിൽ ഇവരെ തോൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞേൽക്കുമെന്ന്. നീ അവരോട് കൂടെ പോകരുത്. ആ ജനത്തെ ശപിക്കുകയുമരുത്. എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ദൈവമായ കർത്താവിന് സ്തുതി. അല്ലയോ പ്രഭുക്കന്മാരെ, ദൂതവാഹകരെ! അല്ലയോ പ്രഭുക്കന്മാരെ, ദൂതവാഹകരെ! അല്ലയോ പ്രഭുക്കന്മാരെ, ദൂതവാഹകരെ! നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ. ഞാൻ നിങ്ങളോട് കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. ഇതാ മഹാരാജാവ് അയച്ചിരിക്കുന്ന ദൂതവാഹകര്യം. പ്രഭുക്കന്മാരും കൊട്ടാരത്തിൽ തിരിച്ചെത്തി. വീണ്ടും മറ്റൊരു ദൂതുമായി ഞങ്ങളെ അയച്ചിരിക്കുന്നു. സിപ്പോറിന്റെ മകൻ ബാലാക്ക് അപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും എൻ്റെ അടുക്കൽ വരാതിരിക്കരുത്. ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം. എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു നൽകാം. വന്ന് എനിക്ക് വേണ്ടി എൻ്റെ ജനത്തെ ശപിക്കുക. ബാലാക്ക്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാലും എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ സ്വമേധയാ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല. ഈ രാത്രി കൂടി നിങ്ങൾ ഇവിടെ താമസിക്കുവിൻ. കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്ന് അറിയട്ടെ. ശരി. ഇതാ അങ്ങയുടെ ദാസൻ. ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോവുക. എന്തെന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ദൈവമേ,
അങ്ങേക്ക് സ്തുതി. അല്ലയോ പ്രഭുക്കന്മാരെ, അല്ലയോ പ്രഭുക്കന്മാരെ, നിങ്ങൾ നടന്നുകൊള്ളുവിൻ. കഴുതയ്ക്ക് ജീനിയിട്ട് ഞാനും നിങ്ങളോടൊപ്പം വരാം. നടന്നോളൂ. ഈ കഴുത എന്തേ പെട്ടെന്ന് നിന്നത്? ആ പ്രഭുക്കന്മാർ ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നുവല്ലോ. നടക്കു കഴുതേ, നടക്കു കഴുതേ, നടക്കൂ. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. ഇന്ന് വരെ നീ സഞ്ചരിച്ച നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ സമ്മതിക്കുന്നു. കഴുതയെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകിയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യം കഴുത എന്നെ കണ്ടാണ് വഴിമാറിയത്. അങ്ങ് എന്നോട് ക്ഷമിക്കണം. അങ്ങ് എനിക്കെതിരായി വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ പാപമെങ്കിൽ ഞാൻ തിരികെ പോയിക്കൊള്ളാം. ഇവരുടെ കൂടെ പോയിക്കോളുക. എന്നാൽ ഞാൻ പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ശരി, അങ്ങ് പറയുന്ന വചനം മാത്രമേ ഞാൻ പറയൂ. നടക്കു കഴുതേ, ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ നടക്കൂ. മഹാരാജാവ് നീണാർ വാഴട്ടെ. എന്തു വേണം? നമ്മുടെ പ്രഭുക്കന്മാരോടൊപ്പം ബാലാമും വരുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു. ഓ, നമുക്കവനെ എതിരേൽക്കാം. നിന്നെ അയക്കാൻ ഞാൻ ആളുകളെ അയച്ചിരുന്നില്ലേ? എന്താണ് വരാതിരുന്നത്? നിനക്ക് ഉചിതമായ ബഹുമതികൾ നൽകാൻ എനിക്ക് കഴിവില്ലെന്നോ? ഇതാ ഞാൻ വന്നല്ലോ. എന്നാൽ സ്വന്തമായി എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? കർത്താവ് തോന്നിക്കുന്ന വചനമല്ലേ എനിക്ക് പറയാനുള്ളത്. ബാല, നീ പറഞ്ഞതുപോലെ 7 ബലിപീഠങ്ങൾ നിനക്കായി ഞാൻ നിർമ്മിച്ചു. 7 കാളയും 7 മുട്ടനാടിനെയും കൊണ്ടുവന്നു. ഓരോന്നിലും ഓരോ കാളയെയും ഓരോ മുട്ടാടിനെയും ബലിയർപ്പിക്കുകയും ചെയ്തു. ഓ, സന്തോഷം. അങ്ങ് ദഹന ബലികളുടെ അടുത്ത് നിൽക്കുക. ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. അവിടുന്ന് കൽപ്പിക്കുന്നതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ദൈവമേ, ഞാൻ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബാല, നീ ബാലാക്കിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ പറയേണ്ടിയതെല്ലാം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആരാമിൽ നിന്ന് ബാലാഖ് എന്നെ കൊണ്ടുവന്നു. മൊവാബ് രാജാവ് പൗരസ്ത്യഗിരികളിൽ നിന്ന് എന്നെ വരുത്തി. യാക്കോബിനെ എനിക്ക് വേണ്ടി ശപിക്കുക, ഇസ്രായേലിനെ എനിക്ക് വേണ്ടി ഭർസിക്കുക. കർത്താവ് ഭർസിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭർസിക്കും? ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? പാറക്കെട്ടുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, മലമുകളിൽ നിന്ന് ഞാൻ അവനെ നിരീക്ഷിക്കുന്നു. ജനതകളോട് ഇടകലരാത്തൊരു ജനം, യാക്കോബിന്റെ ധൂളിയെ എണ്ണാൻ
ആർക്ക് കഴിയും? ഇസ്രായേലിന്റെ ജനസഞ്ചയത്തെ ആര് തിട്ടപ്പെടുത്തും? നീ എന്നോട് എന്താണ് ചെയ്തത്? ഞാൻ എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു, എന്നാൽ നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് തോന്നിക്കുന്ന വചനം ഞാൻ പറയട്ടെയോ? നീ എന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക. അവിടെ വെച്ച് അവരെ നിനക്ക് കാണാം. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി. എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. ശരി, അങ്ങ് ദഹനബലികളുടെ അടുക്കൽ നിൽക്കുക. ഞാൻ പോയി കർത്താവിനെ കാണട്ടെ. ബാല, ഇതാ നിന്റെ നാവിൽ ഞാൻ എന്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് ഞാൻ കൽപ്പിക്കുന്നത് മാത്രം പറയുക. ഉണർന്ന് ശ്രവിക്കുക. സിപ്പോറിന്റെ പുത്ര, ശ്രദ്ധിച്ച് കേൾക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? ഇതാ അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു. അവിടുന്ന് അനുഗ്രഹിച്ചു, അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. കാട്ടുപോത്തിന്റേതിന് തുല്യമായ ബലം അവർക്കുണ്ട്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ, നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്തൻ. നീ അവനെ അനുഗ്രഹിക്കുകയും വേണ്ട, ശപിക്കുകയും വേണ്ട. നീ എന്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക. അവിടെ നിന്ന് അവരെ ശപിക്കാൻ ദൈവം സമ്മതിച്ചേക്കും. ദൈവമേ, ഞാൻ 7 ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം. ദർശനം ലഭിച്ചവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! ഇസ്രായേലേ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൽ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരു പോലെയും. അവന്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും. അവന്റെ വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും. ശത്രുജനതകളെ അവൻ സംഹരിക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവന്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും. ബാല, ഞാൻ നിന്നെ എന്റെ ശത്രുക്കളെ ശപിക്കാൻ കൊണ്ടുവന്നു, എന്നാൽ 3 പ്രാവശ്യം നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാലും എന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതൽ നന്മയോ തിന്മയോ ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. ആരുടെ? അടിയൻ മഹാരാജൻ. ഈ നിൽക്കുന്ന ബാലാമിനെ അവന്റെ ദേശത്തേക്ക് ഓടിക്കുക. നാം നൽകാമെന്ന് പറഞ്ഞ സമ്മാനങ്ങൾ ഒന്നും തന്നെ നൽകേണ്ടതില്ല. അടിയൻ മഹാരാജൻ.
ഇഷ്ടപ്പെട്ടോ? സംസാരിക്കുന്ന കഴുതയെ കണ്ടോ? കണ്ടോ? സംസാരിക്കുന്ന നല്ലൊരു കഴുതയായിരുന്നു അല്ലേ? കണ്ടോ? ദൈവം കഴുതയ്ക്ക് സംസാരശേഷി നൽകിയെന്നാ വചനം പറയുന്നത്. ആരാണ് കഴുതയ്ക്ക് സംസാരശേഷി നൽകിയത്? അതുവരെയും ദേവദൂതനെ കാണാതിരിക്കുമായിരുന്നു ബാലാം. അങ്ങനെ 3 പ്രാവശ്യം ആ പാവം കഴുത അതിനെ അടിച്ചു അല്ലേ? അന്നേരം കഴുത ചോദിക്കുക, നീ എന്ന് വരെ സഞ്ചരിച്ച നിന്റെ കഴുതയല്ലേ ഞാൻ? എനിക്ക് ഓർമ്മ വെച്ച് നാളെ നടന്ന് ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് വരെ ഞാൻ നിന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ മുൻപിൽ ദേവദൂതൻ വാളുമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം കഴുത ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ബൈബിൾ വായിക്കുമ്പോൾ കഴുത ചോദിക്കുക, ഇന്ന് വരെ നിന്നെ വഹിച്ച നിന്റെ കഴുതയല്ലേ ഞാൻ? കഴുതയ്ക്ക് സംസാരശേഷി. കഴുത സംസാരിക്കുക. ബാലാമിനോട് ചോദിക്കുക, നിന്നെ ഞാൻ വഹിച്ചില്ലേ? ആ കഴുതയല്ലേ ഞാൻ? കണ്ടോ? ദൈവം സംസാരശേഷി കൊടുത്തു. സംസാരിക്കുന്ന കഴുത. നിങ്ങൾ ഇന്ന് പപ്പായുടെ മമ്മിയുടെ ഒക്കെ ചെന്ന് ചോദിക്കണം, സംസാരിക്കുന്ന കഴുതയെ കണ്ടിട്ടുണ്ടോ എന്ന്. അവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉടനെ കാണിച്ചു കൊടുക്കണമെന്നേ. പപ്പായും മമ്മിയും കാണാത്ത സംസാരിക്കുന്ന കഴുതയെ ബൈബിളിൽ ഇത്ര ചെറുപ്പത്തിലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതെന്തൊരു ഭാഗ്യമാണെന്ന് നോക്കിയേ. ഇന്ന് ചോദിക്കാവോ? നിങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും സംസാരിക്കുന്ന കഴുതയെ കാണിച്ചു കൊടുക്കാവോ? കാണിച്ചു കൊടുക്കാം. സംഖ്യയുടെ പുസ്തകം ഏതാ? എന്ന് സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഈ സംഭവം നിങ്ങൾ വീട്ടിലൊന്ന് പറയണം. എന്നിട്ട് അവരെയും പഠിപ്പിക്കണം. അവർക്കും വലിയ സന്തോഷമാവും. നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് സ്നേഹിക്കുന്നത്. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അറിഞ്ഞ് ഉൾക്കൊണ്ട് എന്നിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈശോയെ, അങ്ങ് കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തതുപോലെ, ബാലാമിൻ്റെ കണ്ണ് തുറന്നതുപോലെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കും അങ്ങേ പാടി സ്തുതിക്കുവാൻ ഞങ്ങളുടെ നാവിൻ്റെ കെട്ടുകളെ അഴിക്കണമേ. എപ്പോഴും അങ്ങേ പാടി സ്തുതിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നതിനായിട്ടാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് ഈ നാവിനെ തന്നിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ നാവിനെ അങ്ങ് സ്വതന്ത്രമാക്കും. ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് സംസാരശേഷി നൽകും. ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണ് അങ്ങ് തുറക്കും എന്ന സത്യം അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്കെല്ലാവർക്കും സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വിവരിച്ച് കേട്ട സംഭവത്തെ ഓർത്ത് നമുക്ക് വേണ്ടി ദൈവം ഇടപെടുന്നതിനെ ഓർത്ത് നമുക്ക് കൈകൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഉറക്കെ സ്തുതിക്കാം. എല്ലാവരും ഒന്ന് ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.